ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തമ്പ ആൻഡ് മീ. സോ ഇന്ന് നമ്മൾ ഒമാനിലെ ഗ്രാൻഡ് മോസ്ക് കാണാൻ പോവാണ്. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 8 മണി മുതൽ 11 മണി വരെയാണ് അവിടെ വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ളത്. ഒമാനിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണിത്. ഈ ഗ്രാൻഡ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത് ഒമാൻ്റെ ക്യാപിറ്റലായ മസ്കറ്റിലെ ബോഷറിലാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് ഈ ഗ്രാൻഡ് മോസ്കിലേക്ക്. 1992 ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ കാബൂസ് തൻ്റെ രാജ്യത്തിന് ഒരു ഗ്രാൻഡ് മോസ്ക് വേണമെന്ന് നിർദ്ദേശിച്ചു. 1994 ബോഷറിൽ ഗ്രാൻഡ് മോസ്കിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതിൻ്റെ നിർമ്മാണം കഴിയാൻ ഏകദേശം 6 വർഷവും 7 മാസവും എടുത്തു. വാതിലുകളും ജനലുകളും മരവും ഗ്ലാസും കൊണ്ട് നിർമ്മിച്ച അലങ്കാരങ്ങളോടുകൂടിയ വ്യത്യസ്ത തരം കല്ലുകൾ കൊണ്ടാണ് മോസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിക്കാനായി ഏകദേശം 3 ലക്ഷം ടൺ ഇന്ത്യൻ സാൻഡ് സ്റ്റോൺ ഇറക്കുമതി ചെയ്തു. തൻ്റെ ഭരണത്തിൻ്റെ 30 വർഷം ആഘോഷിക്കുന്നതിനായി 2001 മെയ് 4 ഒമാൻ സുൽത്താൻ പുതുതായി നിർമ്മിച്ച ഗ്രാൻഡ് മോസ്ക് ഉദ്ഘാടനം ചെയ്തു. നിരവധി പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു പാർക്കിങ്ങിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. നോൺ മുസ്ലിമുകൾക്ക് ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് വിസിറ്റിംഗ് ടൈം, അതും 8 മണി മുതൽ 11 മണി വരെ. ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടി. ഞങ്ങളങ്ങനെ വണ്ടി അവിടെ നിർത്തി. സ്ത്രീകൾക്ക് കൈപ്പത്തി വരെ മൂടുന്ന ഡ്രസ്സോ തലമുടി മൊത്തമായി മറച്ചു വയ്ക്കാൻ പറ്റുന്ന ഡ്രസ്സോ ഇട്ടാൽ മാത്രമാണ് ഇതിനുള്ളിലേക്ക് കയറ്റിവിടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് മോസ്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഉദ്യാനവും അതിൻ്റെ ഭംഗി നിലനിർത്താൻ ഉണ്ടാക്കിയിരിക്കുന്ന നീർച്ചാലുകളും ഇതിൻ്റെ മനോഹാരിത കൂട്ടുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളീനെ ലക്ഷ്യം വെച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കൊത്തുപണിയെടുത്ത കല്ലുകളും അതേപോലെ മരവാതിലുകളും ഇവിടെ കാണാം. ഞാനിത് സ്വർണത്തിൻ്റെ ആണെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് ഗൈസ്. ഞങ്ങളകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു പോലീസ് ലേഡി ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് സലാമലൈക്കും പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞു കേട്ടോ. നല്ല സന്തോഷത്തോടെയാണ് അവർ ഞങ്ങളെ വെൽക്കം ചെയ്തത്. നമുക്ക് ചെരുപ്പിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അത് കാരണം ഷൂ റാക്കുകൾ സെപ്പറേറ്റായി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചെരുപ്പ് പുറത്തയച്ചിട്ട് ഉള്ളിലേക്ക് കയറാവുന്നതാണ്.
എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ കാണാൻ. അതിമനോഹരമായ ഈ ഇടങ്ങൾ ഇവർ അതിമനോഹരമായി തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ മെയിൻ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഹാളിൻ്റെ പ്രധാന പ്രത്യേകത തറയെ മൂടുന്ന വലിയ പരവതാനിയാണ് ഇവിടെയുള്ളത്. ഈ പരവതാനിക്ക് ഏകദേശം 21 ടൺ ഭാരവും 6000-ലധികം തൊഴിലാളികളും കൈകൊണ്ട് നിർമ്മിക്കാൻ 4 വർഷമെടുത്തു. ഈ പരവതാനി ആദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പരവതാനിയായിരുന്നു. എന്നാൽ ഇപ്പോൾ UAE-യിലെ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന് ശേഷം രണ്ടാമത്തേതാണ്. പ്രാർത്ഥനാ മുറിയുടെ മേലെയുള്ള ഈ നിലവിളക്കിന് ഏകദേശം 14 അടി പൊക്കമുണ്ട്. ഇതിന് ഏകദേശം 8.5 ടൺ ഭാരവും 6 ലക്ഷം ക്രിസ്റ്റലുകളും 1122 ഹാലജൻ ബൾബുകളും ഡിമ്മിംഗ് സംവിധാനം എന്നിവ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഹൈവേ. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് അഥവാ ഒന്നാമത്തെ എൻട്രൻസ്. ഇവിടേക്ക് കയറാൻ ആകെ 3 എൻട്രൻസാണുള്ളത്. ഇത് ഇപ്പോഴൊന്നും തുറക്കില്ല. ഇവിടെ ഗ്രാൻഡായിട്ട് അത്ര വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോഴാണ് അവിടെ എൻട്രൻസ് തുറക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലുള്ളത് ഗാർഡനാണ് ഗൈസ്. ഞാൻ ഈ ഗ്രാൻഡ് മോസ്കിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. നിങ്ങൾ ആരെങ്കിലും മസ്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അതാണ് രണ്ടാമത്തെ എൻട്രൻസ്. ഞങ്ങൾ വന്നത് ടൂറിസ്റ്റ് എൻട്രൻസ് വഴിയിലാണ്. ഞങ്ങൾ ഓടി വരികയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ ഒരു ഫുൾ വ്യൂ. ഞങ്ങളങ്ങനെ കുറച്ച് സെൽഫികളും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടു ഗൈസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.